കുട്ടികളും മൊബൈൽ ഉപയോഗവും ഇപ്പോൾ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ? ചിലർക്കെങ്കിലും അത് വളരെയധികം അഭിമാനം കൊടുക്കുന്ന ഒരു കാര്യവുമാണ്. എൻ്റെ കുഞ്ഞ് ഇത്ര ചെറുതിലെ മൊബൈലിൽ എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യാനറിയാം, ഒരു പ്രശ്നവുമില്ല, എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കുട്ടിക്ക് അറിയാം എന്ന് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്. ചിലർ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയണു, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ആഹാരം കഴിക്കില്ല, ഇല്ലെങ്കിൽ വാശി പിടിക്കും, മുറി അടച്ച് മുറിക്കകത്ത് കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മമാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ പേടിപ്പിക്കുന്ന ചില കുട്ടികളുണ്ട്. ഇവരുടെ ഈ പ്രവർത്തികൾ അമ്മമാർക്ക് പേടിയാണ്. അല്ലെങ്കിൽ വാശി പിടിച്ച് കരയുന്നത് കാണുമ്പോൾ എൻ്റെ കുഞ്ഞ് കരയല്ലേ എന്നുള്ള സങ്കടമാണ് പലപ്പോഴും അമ്മമാർക്കും അമ്മുമ്മമാർക്കും ഒക്കെ. ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ കുഞ്ഞ് വാശി പിടിച്ച് കരയുന്നത് മൊബൈലിന് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ആ മൊബൈൽ കൊടുക്കാൻ തയ്യാറാവുന്നു. ഇതിന് പകരം ഒരു കത്തിക്ക് വേണ്ടിയോ എലിവിഷത്തിൻ്റെ ഒരു പാക്കറ്റിന് വേണ്ടിയോ ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയുന്നതെങ്കിൽ നിങ്ങളത് കൊടുക്കാൻ തയ്യാറാവുമോ? ഈ ചോദ്യത്തിന് ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരം എങ്കിൽ മൊബൈലും നിങ്ങൾ വാശി കണ്ടുകൊണ്ട് കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് കൊടുക്കരുത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്? മൊബൈൽ പൂർണ്ണമായും ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റേണ്ടുന്ന ഒന്നാണോ? പൂർണ്ണമായും മൊബൈലുകളോ പുതിയ ഗാഡ്ജറ്റ്സോ ടെക്നോളജിയോ കുഞ്ഞുങ്ങളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടുന്നതല്ല. എന്നാൽ റെസ്പോൺസിബിളായിട്ട് സമയബന്ധിതമായിട്ട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നത്. ഉത്തരവാദിത്വത്തോടുകൂടി ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാം. ഇനി ഏത് പ്രായത്തിൽ മൊബൈൽ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ 2 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ ഒരു കാരണവശാലും സ്ക്രീൻ ടൈം കൊടുക്കരുത്. പലരോടും നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ മൊബൈൽ കൊടുക്കുന്നില്ല മാഡം, പക്ഷേ TV കാണും. TVയും ഒരു സ്ക്രീൻ തന്നെയാണ്. TV ആണെങ്കിലും മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ഇനി ടാബ് ആണെങ്കിലും ഇതിലേത് സാധനമാണ് എന്നുണ്ടെങ്കിലും സ്ക്രീനിൽ പ്രദർശനം ചെയ്യുന്ന ഏത് കാര്യവും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെഗുലറായിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. ആ പ്രായം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ വളർച്ചയുടെയും എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്ത് പല കാര്യങ്ങൾ പഠിക്കുന്നതും ചെയ്യുന്നതിൻ്റെ പ്രായമാണ്. അവിടെ നമ്മൾ ഇതിനൊന്നുമുള്ള പോസിബിലിറ്റി ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് പിന്നീട് കുട്ടികൾക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് നേരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, സോഷ്യൽ പ്രാഗ്മാറ്റിക് സ്കിൽസ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, സെൻറ്റൻസസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സിനോട് ഇടപഴകാൻ ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ വിട്ടപ്പോൾ ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, റെസ്റ്റ്ലെസ്നെസ് ആണ്, ഓടി നടക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പരാതിപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. സാധാരണ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഒരു കത്തിയോ ഒരു എലിവിഷമാണ് കുട്ടി ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കില്ല എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണോ ഇത് കൊടുത്താൽ സംഭവിക്കുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും ഈ കത്തി എടുത്ത് കളിച്ചത് കൊണ്ടാണ് കുട്ടിയുടെ കൈ മുറിഞ്ഞത്, അതുകൊണ്ട് കത്തി ഷാർപ്പാണ്, ഞാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവും. ഇമ്മീഡിയറ്റ് ആണ് അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ മൊബൈലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗെയിം കളിക്കുന്നതോ, സാധാരണ പാരൻസ് പറയാറുണ്ട് ഞാൻ മൊബൈൽ കൊടുക്കാറുണ്ട് പക്ഷേ ഗെയിംസ് ഒന്നും കുട്ടി കളിക്കാറില്ല. ഗെയിംസ് കളിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഈ കുട്ടി വെറുതെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, പ്രത്യേകിച്ച് ഷോർട്സും റീൽസും ഇല്ലെങ്കിൽ വെറുതെ കോമഡി പ്രോഗ്രാമോ കാർട്ടൂണോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആ കുട്ടിയിൽ ഉണ്ടാവാം. ഒരു സമയപരിധിക്ക് മുകളിൽ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മൊബൈൽ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പലപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ ഒന്നും ഇമ്പാക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല. കുറേ നാൾ ഈ കുട്ടി ഈ രീതിയിൽ ഈ ശീലം പാലിച്ചു പോകുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പലപ്പോഴും ഇത് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ
മുതിർന്ന വ്യക്തികളിൽ വരെയും ഈ പ്രശ്നങ്ങൾ നമുക്ക് കാണാറുണ്ട്. കാലക്രമേണ അതൊരു അഡിക്ഷനായി മാറും. അഡിക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആൽക്കഹോൾ അഡിക്ഷനോ ഒരു ലഹരി വസ്തുവിനോട് അഡിക്ഷൻ തോന്നിയാൽ എങ്ങനെയാണോ ഒരു വ്യക്തി പെരുമാറുക അതേപോലെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ ഉള്ളവർക്കും ഉണ്ടാവും. എപ്പോഴും അവരുടെ മനസ്സിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. അവരുടെ ജീവിതത്തിലെ ബാക്കി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് ഇതിലേക്ക് അവർ പൂർണ്ണമായും സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങും. ഇതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സോഷ്യൽ സ്കിൽസിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവനവൻ്റെ തന്നെ ഇമോഷണാലിറ്റിയിൽ ഒരു കൺട്രോൾ ഇല്ലാതെ വളരെയധികം ദേഷ്യം, വാശി, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പ്രവണത, നമ്മൾ ചെന്നൊരു നോ പറഞ്ഞാൽ കൺട്രോൾ ഇല്ലാതെ ആങ്കർ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവുക, അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ചിലപ്പോൾ ഉപദ്രവിക്കുക, ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന അഡിക്ഷൻ ഉള്ളവരിൽ ഉണ്ടാവാം. ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ സമയബന്ധിതമായി മാത്രം കുഞ്ഞുങ്ങൾക്ക് ഗാഡ്ജറ്റ്സ് കൊടുക്കുക. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്, പ്രൊഡക്റ്റീവായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ എന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറയുന്നു, വേണമെങ്കിൽ മാത്രം അതിനെ നമുക്ക് മൊബൈൽ യൂസേജ് ഒരു റീഇൻഫോഴ്സറായിട്ട് കൊടുക്കാം. ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് നിറവേറ്റി കഴിഞ്ഞാൽ അരമണിക്കൂർ ഫോൺ യൂസ് ചെയ്യാൻ തരാം എന്ന് നമുക്ക് പറയാം. അതിലപ്പുറം ഫോൺ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ഒരു പ്രയോറിറ്റി ആകുന്ന വിധത്തിൽ കുഞ്ഞുങ്ങളെ അത് യൂസ് ചെയ്യാൻ സമ്മതിക്കരുത്, അത് നമ്മൾ ശീലിപ്പിക്കരുത്. അതുപോലെ പ്രാധാന്യമുണ്ട്. നമ്മൾ കുട്ടികളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികളുടെ ഗാഡ്ജറ്റ് യൂസേജ് കുറയില്ല. നമുക്ക് മോഡലാവാൻ പറ്റണം. നമ്മളുടെ ഉപയോഗത്തിലും ഈ പരിമിതികൾ കൊണ്ടുവരാൻ പറ്റണം. സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയം നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റണം. അതുപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, അതായത് വീടിൻ്റെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഗാഡ്ജറ്റ്സ് ബാൻ ചെയ്യണം. അവിടെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വീടുകളിനകത്ത് കൊണ്ടുവരണം. അത് വീട്ടിലുള്ള നമ്മളെല്ലാവരും വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ബെഡ്റൂമിനകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, ഡൈനിങ് ടേബിളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു മെസ്സേജാണ്. ഇത് നമ്മളും തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈലോ ടിവിയോ മറ്റ് സ്ക്രീൻസോ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പും സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബെഡിൽ പോയി കിടന്നിട്ട് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് നിങ്ങൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഫോൺ ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അവൻ അത് ഒരു കാലത്തും ഫോളോ ചെയ്യാൻ പോകുന്നില്ല. സോ നമ്മളിത് കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് കരകയറ്റാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താനോ ശ്രമിക്കേണ്ടുന്നത്. സോ എപ്പോഴും പേരൻസ് ഒരു മോഡലായി നിന്നുകൊണ്ട് കുട്ടികളിലേക്ക് ആ മെസ്സേജ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക.